ഇതാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ വെച്ചിരുന്ന വീട്. നിങ്ങൾക്ക് ഇഷ്ടമായോ വീട്? നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടല്ലോ ആര്യ അമൃതേ. പിന്നെ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കും. നല്ലതായിട്ട് പഠിച്ച് നല്ല രീതിയിലാവണം കേട്ടല്ല. നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും സഹായവും എല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടല്ല. ഇനി അങ്ങോട്ട് എന്തായാലും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെല്ലാ സഹായവും എല്ലാ അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടല്ല. രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കണം കേട്ടാ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യം നമ്മുടെ ADGP വിജയൻ സാർ ചോദിച്ചായിരുന്നു. അവർക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന് അദ്ദേഹം ചോദിച്ചു. അവരെ നോക്കണ്ടേ? ഈ സുരക്ഷാ സേനാംഗത്തിൻ്റെ വാക്കുകളിൽ വീട്ടിലെ ഒരു സ്വന്തം അംഗത്തെ സംരക്ഷിക്കുന്ന വികാരമാണ്. ഇതാണ് അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ സുരക്ഷ. പിതാവിനെ നഷ്ടപ്പെട്ട് 2 പെൺമക്കളുമായി ജീവിതം ഒപ്പിക്കാൻ പാടുപെട്ടിരുന്ന ഒരു കുടുംബത്തിന് പുതിയ വീട് വെച്ചു കൊടുത്ത മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ വളരെ വികാരപരമായിരുന്നു. ചെറ്റ പോലും ചാരി വെച്ച് ഉറങ്ങാനില്ലായിരുന്ന പഠിക്കാൻ മിടുക്കികളായ കടയ്ക്കൽ സ്വദേശികളായ 2 പെൺകുട്ടികൾക്കും മാതാവിനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് വസ്തു വാങ്ങി വീട് വെച്ച് നൽകിയത്. വീട് പാലുകാച്ചിന് മുഖ്യമന്ത്രി നേരിട്ടെത്തി. കേക്ക് മുറിച്ച് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല സന്തോഷം പങ്കിട്ടു. പാലുകാച്ചിയും മധുരം വിളമ്പ് നൽകിയും കേരളത്തിൻ്റെ CM-ഉം DGP-യും ഒക്കെ ചേർന്ന് ആര്യയ്ക്കും അമൃതയ്ക്കും അങ്ങനെ ആര്യാമൃതം സ്നേഹസമ്മാനമായി നൽകി. ഇതാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ വെച്ചിരുന്ന വീട്. നിങ്ങൾക്ക് ഇഷ്ടമായോ വീട്? വീട് എങ്ങനെയുണ്ട്? ആര്യാമൃതം എന്നാണ് വീടിൻ്റെ പേര്. ഇത് സിറ്റ് ഔട്ടാണ്, ഇത് ഹാള്, ഇതാണ് ഒരു ബെഡ്റൂം, ഇത് വേറൊരു ബെഡ്റൂമാണ്, ഇതാണ് നമ്മൾ അടുക്കള. ഒരുപാട് സന്തോഷം, പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷമുണ്ട്. ആദ്യം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന അവരെല്ലാവരും ചേർന്നാണ് ഈ ഒരു സന്തോഷം നമുക്ക് തന്നത്. നമുക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വീട് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം. എത്ര പറഞ്ഞാലും മതി വരുന്നില്ല, വാക്കുകളൊന്നും ഇല്ല പറയാൻ. പെട്ടെന്ന് ദൈവാനുഗ്രഹം, ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പഠിത്തമാണ്, ഇനിയും മുന്നോട്ട് പോകണം. എനിക്കും ഇങ്ങനെ സഹായിക്കണം. എനിക്കറിയാം കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്നതിൻ്റെ പാട്. ഞാൻ കാരണം ഒരു കുടുംബം ഇങ്ങനെ സന്തോഷിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരു വീടിങ്ങനെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വെച്ച് കൊടുക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം അവർക്കും കിട്ടണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അറിഞ്ഞപ്പോൾ നമുക്ക് ഇത് ഏറ്റെടുക്കാമെന്ന് നമ്മുടെ സേനാംഗങ്ങൾ മൊത്തം, നമ്മുടെ ടീം മൊത്തം ഒരേ മനസ്സോടുകൂടി ഇത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇത് തീരുമാനിച്ചത് ഉചിതമായ കൈകളിൽ തന്നെയാണ് നമ്മൾ കൊടുത്തത് എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്. അതും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സകുടുംബം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ എത്തി. അവർക്കും വലിയ സന്തോഷം. പിന്നെ കേരളത്തിലെ പ്രമുഖരായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വന്നു. ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ എല്ലാ ആൾക്കാരും വന്നു. നമ്മുടെ ഓഫീസിലുള്ള മറ്റുള്ളവരുടെ സഹായങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പള്ളിയമ്പലം ജ്വല്ലറി അദ്ദേഹം ഈ ഒരു സ്ഥലം കൊടുത്തത് തന്നെയാണ് ഇതിൻ്റെ. നമുക്ക് ആദ്യം നമ്മളിവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് സ്ഥലമില്ല, ഉള്ള സ്ഥലം കേസിലാണെന്ന് അറിഞ്ഞത് കാരണം പിന്നെ അടുത്ത എവിടെ എന്നുള്ള ഒരിതായി. അപ്പോൾ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന നസീർ സാഹ് ആണ് സംസാരിച്ചത്. ഈ പള്ളിയമ്പലം ജ്വല്ലറി ജയചന്ദ്രൻപിള്ള സാറിനോട് സംസാരിച്ചു. അദ്ദേഹം സ്ഥലം കൊണ്ട് കാണിച്ചിട്ട് 4 സെൻറ്റ് വസ്തു പണത്തിനാണ് ചോദിച്ചത്. പക്ഷേ അത് 8.25 സെൻറ്റ് വസ്തു ഫ്രീ ആയിട്ടാണ് എഴുതി കൊടുത്തത്. ആ ഒരു നല്ല മനസ്സ് നമ്മൾ കാണണം. പിന്നെ നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ, വ്യാപാരി വ്യവസായി, പിന്നെ കാർത്തിക ബിജു, ജോസ് ഇലക്ട്രിക്കൽസിലെ ജോസ് സാറ്, മിനാർ TMT, അവർ പിന്നെ സിമൻറ്റ് ന്യായമായ വിലയ്ക്കാണ് അവർ തന്നത് നമുക്ക്. അങ്ങനെ കുറേ പൈസ സിമൻറ്റ് തന്നത് ബെസ്റ്റ് ട്രേഡിംഗ് കമ്പനിയുടെ ജലീൽ അദ്ദേഹമാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ കുറച്ച് പൈസ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കാൻ പറ്റി. കുറച്ച് ഈ എല്ലാം ന്യായമായി കിട്ടിയത് കാരണം മനോഹരമായി വെക്കാൻ കഴിഞ്ഞു. അകത്തുള്ള ഫർണിച്ചറുകൾ ഇത് റോയൽ ഫർണിച്ചറുകാരാണ്. അവരെ താമസിക്കണം ഇവിടെ, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇവർക്ക് അർഹതയുണ്ട്, അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി അവരത് നന്നായി സൂക്ഷിച്ച് നന്നായി പഠിച്ച് വളരെ നല്ല നിലയിൽ എത്തട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. 67 പേരും നമ്മുടെ പോലീസ് ആയിട്ടുള്ള
ഞങ്ങൾ 67 പേര്. പിന്നെ മുഖ്യമന്ത്രിയുടെ PA സുനീഷ്, അദ്ദേഹം നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. സുനീഷിൻ്റെയും സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സെപ്റ്റംബർ 12-ാം തീയതിയാണ് കുറ്റിയടിക്കുന്നത്. 103 ദിവസം ആവുന്നു. 103 ദിവസം കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മളെല്ലാവരും തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആൾക്കാരാണ്. CMൻ്റെ സുരക്ഷയിലുള്ള മറ്റ് പല ജില്ലകളിലുള്ള ആൾക്കാരാണ്. പക്ഷേ അവരെല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും. നല്ല സന്തോഷമുണ്ട്. ഞാൻ ഒരു വീട് കിട്ടിയതിന് എൻ്റെ മോൾക്ക് ഫുൾ മാർക്ക് കിട്ടി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിലെ ആളുകളെല്ലാം കൂടി നല്ലൊരു വീട് വെച്ച് തന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരൂല. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് നമുക്ക് താക്കോൽ ദാനം തന്നത് വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ മുഖ്യമന്ത്രിയെ, പിന്നെ പോലീസിൻ്റെ സുരക്ഷാ സേന ഓരോ അംഗങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.